We shall now discuss about the angle of friction or repose. ഇപ്പോൾ ഒരു body of mass m, suppose this is a body of mass m and it is placed on an inclined plane. ഇങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ inclined planeൽ നമ്മൾ ഈ body of mass m is placed. ഇനി നമ്മൾ ഇതിൻ്റെ inclination, suppose we are gradually increasing it. ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ ഒരു particular angle of inclinationൽ the body will begin to slide down under its own weight. അല്ലെ, ഈ ഇൻക്ലിനേഷനിൽ അത് ഉരുതി താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻക്ലിനേഷൻ ഈസ് ഗ്രാജുവലി ഇൻക്രീസ് അണ്ടിൽ ദ ബോഡി ഈസ് ജസ്റ്റ് ഓൺ ദി പോയിന്റ് ഓഫ് സ്ലൈഡിങ് ഡൗൺ. This angle of inclination when the body just starts sliding down under its own weight is called the angle of friction or angle of repose. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിനെ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിൽ നമ്മൾ ഒരു ബോഡി ഓഫ് മാസ് എം വെച്ചിട്ടുണ്ട്. ഈ ബോഡിൻ്റെ ദ ബോഡി ഈസ് വിൽ ബിഗിൻ ടു സ്ലൈഡ് ഡൗൺ അണ്ടർ ഇറ്റ്സ് ഓൺ വെയ്റ്റ് വെൻ ദ ഇൻക്ലിനേഷൻ ഈസ് ഇൻക്രീസ്. അപ്പോൾ ഏത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് ആ ബോഡി തനിയെ ഉരുതാൻ തുടങ്ങുന്നത്, അതിൻ്റെ വെയിറ്റ് കാരണം താഴത്തേക്ക് ഉരുതാൻ തുടങ്ങുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഫോഴ്സുകളാണ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, വെയിറ്റ് ഓഫ് ദ ബോഡി ഇറ്റ് വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ലെ. വെയിറ്റ് ഓഫ് ദ ബോഡി എം ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി ഒരു സർഫസ് ഇറ്റ് വിൽ എക്സേർട്ട് എ റിയാക്ഷൻ ഫോഴ്സ്. ഇപ്പോൾ നമ്മളൊരു ബോഡി ഇങ്ങനെ ഒരു ബോഡീനെ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഇതിൻ്റെ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ദ സർഫസ് വിൽ എക്സേർട്ട് ആൻ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് അപ്വേർഡ് ഫോഴ്സ്. ഈ ഡയറക്ഷനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ദർ ഇസ് എ റിയാക്ഷൻ ഫോഴ്സ്. എം ജി താഴത്തേക്കാണെങ്കിൽ ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എം ജി, ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ബോഡി ഈ സർഫസിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പോയിന്റ് എന്നാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എൻ വരയ്ക്കുക. ഈ ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വരുന്നത്. ഇനി ബോഡി ഈ നോർമൽ റിയാക്ഷൻ നമ്മൾ അങ്ങോട്ട് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആണ് വെയിറ്റ് ഓഫ് ദ ബോഡി എം ജി, ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈന്. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് ഓൾസോ ഈക്വൽ ടു ആൽഫ. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഇതിനെ എം ജി കോസ് ആൽഫ രണ്ട് കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്യാം. ഈ വെയിറ്റ് ഓഫ് ദ ബോഡി എം ജി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ എം ജി എന്നുള്ള ഈ വെക്ടറിനെ നമുക്ക് എം ജി കോസ് ആൽഫ എന്നും ഈ ഭാഗത്തുള്ള കമ്പോണന്റ് എം ജി സൈൻ ആൽഫ. ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. അതുപോലെ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഈ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ എനി ടു ലൈൻസ് is equal to the angle between their perpendiculars. ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ ആൽഫ ആണെങ്കിൽ അത് തമ്മിലുള്ള പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള ആംഗിളും ആൽഫ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഇത് ആൽഫയാണെങ്കിൽ ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ ഈ ഭാഗം എം ജി കോസ് ആൽഫയും ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ വരുന്നത് എം ജി സൈൻ ആൽഫയും ആയിരിക്കും. ഇനി ഇത് ഉരുതുമ്പോൾ താഴത്തേക്ക് ഉരുതുന്ന സമയത്ത് ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഇതിനെ എഗൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിച്ച് ഇസ് കോൾഡ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഈ സ്ലൈഡ് ചെയ്യുമ്പോൾ ഉള്ള ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് സ്ലൈഡിംഗ് ആണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് പറയാം എം ജി സൈൻ ആൽഫ, ദാറ്റ് കമ്പോണന്റ് ഓഫ് weight when the body is in equilibrium just on the point of sliding ആവുമ്പോൾ എം ജി സൈൻ ആൽഫ is balanced by the maximum value of static friction FMS എന്ന് എഴുതാം, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ആൻഡ് എം ജി കോസ് ആൽഫ
mg cos alpha is balanced by the normal reaction n. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ കിട്ടുന്നത് എം ജി ടാൻ ആൽഫ, എം ജി ഡിവൈഡ് ആയി പോയി അല്ലേ, സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു എഫ് എം എസ് ബൈ എൻ ബൈ നോർമൽ റിയാക്ഷൻ. എഫ് എം എസ് ബൈ എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എസ്, കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ടാൻജൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് റിപ്പോസ് ഈസ് ഈക്വൽ ടു ദ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റീപോസ്. ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ഓഫ് ദ ബോഡിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഒരു കമ്പോണൻ്റ് എലോങ് ദ നോർമൽ റിയാക്ഷൻ എം ജി കോസ് ആൽഫ, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് എം ജി സൈൻ ആൽഫ. എം ജി സൈൻ ആൽഫ ഈസ് ബാലൻസ്ഡ് ബൈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, എം ജി കോസ് ആൽഫ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ബൈ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ എം ജി സൈൻ ആൽഫ ബൈ എം ജി കോസ് ആൽഫ, അതായത് ടാൻ ആൽഫ ഈക്വൽ ടു എഫ് എം എസ് ബൈ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എസ്.